വണ്ടിയിലിരുന്ന് ഉറക്കെ കരഞ്ഞു. എനിക്ക് റോഡൊന്നും കാണുന്നില്ല. ഞാൻ ഓടി ഇവിടെ എത്തി. എൻ്റെ ഭാര്യയും മകളും വന്നപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കടവന്ത്രയിലൊരു പള്ളിയിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വേഗം പുറത്തിറങ്ങി നിൽക്കും, ഞാനിവിടെ എത്തുന്നു എന്ന് പറഞ്ഞു. അവരുടെ കാര്യം പറഞ്ഞില്ല. അവരത് കഴിഞ്ഞൊരു ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത്, നല്ല സാരിയും ഉടുക്കിട്ട് മോളും. ഞാൻ പള്ളീൻ്റെ പുറത്തിറങ്ങി വിളിച്ച് വേഗം വണ്ടിക്കകത്ത് വരാൻ പറഞ്ഞു. ഞാൻ വിളിച്ച് വണ്ടിയിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞടി ലോഹി പാടി. അവൾ കരയാൻ തുടങ്ങി, മോള് കരയാൻ തുടങ്ങി. അതേ വേഷത്തിൽ അവിടെ ചെല്ലുകയാണ് ലിസി ഹോസ്പിറ്റലിൽ. ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് ഭയങ്കര ആൾക്കൂട്ടം. എൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ചെന്നപ്പം ഒരു മുറിയുണ്ട്. അതിൻ്റെ ഒരു വാതിലിൻ്റെ അകത്തോട്ട് ബാക്കി എല്ലാവരും പുറത്തേക്കാണ്. അപ്പം ഈ സിയാദ് ഉണ്ടായിരുന്നു. സിയാദ് എന്നെ വിളിച്ച് താൻ വാടോ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. ഞാനും ഭാര്യയും മോളും കയറി. അപ്പോൾ ഒരു പച്ച തുണി കിടപ്പുണ്ട്. ഈ പച്ച തുണിയുടെ അപ്പുറത്ത് ലോഹിയുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ സ്പെയിൻറ്റ് ചെയ്തു, താഴേക്ക് വീണു. ഞാനൊരു മധുരെ പിടിച്ചിങ്ങനെ നിന്ന് കഴുകി താഴെ പോയി. എന്നെ അപ്പം പിന്നെ പിടിച്ചെടുത്തി പെട്ടെന്ന് ഞാൻ റിക്കവർ ചെയ്തു. പിന്നെ ഞാൻ പുറത്തേക്ക് വന്നിട്ട് പിന്നെ ഞാനത് ടേക്ക് ഓവർ ചെയ്തു മൊത്തം. പിന്നെ എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ബാക്കിയെല്ലാം. പിന്നെയുള്ള ഞാൻ സിന്ധുവിൻ്റെ അടുത്ത് വെച്ചു, സിന്ധു എവിടെയാണ് കൊണ്ടുപോകട്ടെന്ന് വെച്ചു. അപ്പോൾ സിന്ധു പറഞ്ഞു ലക്കടിയിൽ കൊണ്ടുപോകണം. പിന്നെ അപ്പം തന്നെ എല്ലാവരും കൂടെ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ ഇൻഡസ്ട്രിക്കാർ വന്നു. സ്ഥലം കിട്ടാഞ്ഞിട്ട് മഹാരാജാസിൻ്റെ അവിടെ കൊണ്ടുപോയി, അവിടെ വെച്ചു. ലക്കടി കൊണ്ടുപോയി. അങ്ങനെ അതുപോലൊരു നഷ്ടം ജീവിതത്തിൽ സംഭവിക്കാനുള്ളത്.